ഇപ്പോൾ മുസ്ലിമായ അബ്ദുൾ റഹ്മാൻ ഭഗവത്ഗീത ചൊല്ലുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു എല്ലാവരും എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യമായി തോന്നാറുണ്ടോ? ആരുടെ റിയാക്ഷനുകൾ കിട്ടാറുണ്ടോ? അത് എന്നെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഞാൻ അള്ളാഹിനെ പേടിക്കാത്ത ഒരാളാണ്. നമ്മളെ അള്ളാഹുവിനെ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് എനിക്ക് പ്രതിഫലം വാങ്ങണമെന്ന് ആഗ്രഹമല്ല, ദൈവത്തെ തന്നെ പ്രതിഫലം കിട്ടിയതാണ് വേറൊരു ചിന്താഗതിയാണ്. നമ്മൾ കർമ്മം ചെയ്ത് ജീവിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തിനുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എനിക്ക് ബൈബിളിൽ നിന്ന് കിട്ടൂല, എനിക്ക് ഖുറാനില്ല, എനിക്ക് തോറയിൽ നിന്ന് കിട്ടില്ല, എനിക്ക് ഗീത തന്നെ വരണം. അപ്പോൾ എനിക്ക് സമസ്ത ലോക സുഖിനമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുൻ വേദങ്ങളെ സത്യപ്പെടുത്തിയോണ്ട് ഇത് വന്ന് പറയുമ്പോൾ മുൻ വേദങ്ങൾ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടിയതും ഗീത എന്നാണ്. അപ്പൊ നമ്മളെല്ലാവരോടും പറഞ്ഞ ഇപ്പം ഞാൻ പേര് പറയില്ല, ഒത്തിരി കേരളത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിക പണ്ഡിതന്മാർ മുഴുവനും ഞാൻ 1-2 വീഡിയോ കാച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർക്കൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് ഗീത പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗീത നന്നായിട്ട് ഗീത ചൊല്ലിയിട്ട് അത് അർത്ഥം അറബിയിൽ വെക്കാൻ വരെ എനിക്ക് കഴിയുന്നുണ്ട്. അപ്പൊ 480ഓളം ഗീതാ ശ്ലോകങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ ഉസ്താദുമാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ മതപ്രമുഖന്മാരെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് എങ്ങനെയാണ് അവരതിനെ സ്വീകരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എല്ലാം ഇത് ആ യഥാരൂപത്തിൽ കൊടുക്കുമ്പോൾ ഞാൻ നമ്മൾ പറഞ്ഞല്ലോ ആ ഒന്നാമത്തെ ഖുർആനിലെ ഈ 4-ാമത്തെ സൂക്തം അൽ ബഖറ, ശ്രേഷ്ഠമായ പശു എന്ന അധ്യായത്തിലെ 4-ാമത്തെ സൂക്തം അവരോട് അത് പഠിച്ചിട്ട് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എങ്കിലും ഞാൻ ഗീത പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത് ആദ്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ ഗീത പറഞ്ഞു കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാത്ത ഉത്തരങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടും, ഒരു സംശയമില്ല. നമ്മൾ ക്ഷേമം, അതായത് ഗീത പറയുന്നുണ്ട് അനന്യശ്ചിന്തയന്തോ മാം ഹേ ജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. തന്നിൽ നിന്ന് അന്യമല്ലാത്ത ചിന്തയോടെ ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരുടെ യോഗക്ഷേമം വഹാമ്യഹം. അത് യോഗം എന്ന് പറഞ്ഞാൽ മരണാന്തരം ലഭിക്കേണ്ട കാര്യങ്ങൾ, ക്ഷേമം ഭൂമിയിലെ കാര്യങ്ങൾ രണ്ടും ഞാൻ നോക്കിക്കൊള്ളാം. അപ്പൊ എന്നെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ജന്മത്തിൽ മുസൽമാനായിട്ട് ഞാൻ അള്ളാഹിനെ തന്നെയാണ് ഭജിച്ചാൽ മതി. അപ്പൊ മോള് കൃഷ്ണനെ ഭജിച്ചാൽ മതി, ഇപ്പോഴത്തെ ജോസഫ് ജീസസിനെ ഭജിച്ചാൽ മതി. ഏതിലാലും ആകാശാൽ പതിതം തോഴും യഥാ ഗച്ഛതി സാഗരം സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്തുനിന്ന് പെയ്യുന്ന മഴത്തുള്ളികൾ വ്യത്യസ്ത വഴി കൂടെ വന്ന് ഏകമാകുന്ന സമുദ്രത്തിൽ ഒരുമിക്കുന്നത് പോലെ ഏത് വഴി കൂടെ പോലെ അവിടെ എത്തും. ഈ സത്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഖുർആൻ ഷരീഫ് ഇറങ്ങിയ സൗദി അറേബ്യയാണ്. അവിടെ രാമായണം, മഹാഭാരതം, ഭഗവത്ഗീതയും യോഗയും അക്കാഡമിക് തലത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ചൊല്ലാൻ പോലും പാടില്ലാത്ത അവയാണ്. അതാണ് സത്യം ഒന്നുള്ളൂ. അതിന് വിശേഷ പ്രജ്ഞ ജ്ഞാനമുള്ളവർ പലതായി കാണാന്നുള്ളൂ. ഏകമേവ ഏകമേവ ഏകമേവ, അത് ഒന്നേ ഉള്ളൂ. അതാണ് പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞ അസത്യം. അതാണ് അനൽ ഹക്ക് ലാ മൗജൂദ് ഇല്ലതാന്നൊക്കെ പറഞ്ഞതാണ്. തത്വമസി, ഞാനും പിതാവും ഒന്നാകുന്നത് എല്ലാ ആചാര്യന്മാരും പറഞ്ഞത്. ഇത് മനസ്സിലാക്കാതെ അവിടെ തല്ലുകൂടി വെറുതെ ചത്തുപോയിട്ട് വല്ല കാര്യമുണ്ടോ?